ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ വളരീതികളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കമ്പോസ്റ്റ് വളം എന്ന് പറയുന്ന ഉള്ളി വേസ്റ്റ്. ഇതുണ്ട്, ധാരാളം പച്ചക്കറിയുടെ വേസ്റ്റുകളുണ്ട്. ഇത് ഞാൻ എല്ലാ ദിവസവും ഈ ചെടിയുടെ റോസിൻ്റെ ചുവട്ടിൽ പച്ചക്കറിയുടെ ചുവട്ടിൽ ഒക്കെ കൊണ്ടുവരും. വെറുതെ ഇട്ടാൽ മതി. അതുപോലെ ഈ പച്ചക്കറിയുടെ ലിക്വിഡാണ് ഈ കാണുന്നത്, ഈ ബക്കറ്റിനകത്ത് ഇരിക്കുന്ന വേസ്റ്റ്. ഇവിടെ ഒരു കമ്പോസ്റ്റ് ഉണ്ട് സാധനം, 2 ടാങ്ക് ഉണ്ട്. ഈ വേസ്റ്റുകളുള്ള ആ ടാങ്കിലേക്ക് കൊണ്ട് അവർ ഇടുമ്പം ഇതിൻ്റെ വെള്ളം വരാനായിട്ടൊരു ചെറിയ പൈപ്പുണ്ട്. ആ പൈപ്പിൻ്റെ ചൂട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു ബക്കറ്റ് ലിക്വിഡ് കിട്ടും. അത് കുറേശ്ശെ ആ ലിക്വിഡ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇതിനകത്ത് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു 6 ലിറ്റർ വെള്ളം ചേർത്താണ് ഈ ചെടികൾക്ക് ഒഴിക്കുന്നത്. അങ്ങനെ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അന്നേരം ധാരാളം പൂക്കൾ നമുക്ക് കിട്ടും, ധാരാളം പൂക്കൾ ലഭിക്കാറുണ്ട്. അതേപോലെ പച്ചക്കറി ആണെങ്കിലും ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ചാണകവും വെണ്ണീരും ചേർക്കും. കാരണം ഇടയ്ക്ക് മുട്ടത്തോട്, ചാരം, ആ വളവും ഞാൻ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കും. പിന്നെ നിങ്ങൾ ഈ ലിക്വിഡിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്താൽ വളരെ നല്ലതാണ്. ധാരാളം പൂക്കളാണേലും കായ്കളാണേലും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതുകൊണ്ടോ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനം. ഇതാണ് എൻ്റെ വളരീതികൾ. ഞാൻ പിന്നെ മുട്ടത്തോട് ഉപയോഗിക്കും, അതേപോലെ ചാരം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എൻ്റെ കൃഷി രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഉപയോഗിക്കുന്നത് ഈ വേസ്റ്റാണ്, ഉള്ളിത്തണ്ട് കമ്പോസ്റ്റ്. ആ വേസ്റ്റായിട്ടും ചെടിയുടെ ചുവട്ടിൽ കൂടെ നമ്മളിത് ഉപയോഗിക്കും. ധാരാളം ഇതുണ്ടോ, പൂവൊക്കെ നോക്കിക്ക്, എത്ര നല്ല കട്ട റോസയാണ് നോക്കിക്ക്. ഇതെല്ലാം ഫുള്ള് മൊട്ടുകളാണ്. വെന്തിയുടെ എടുക്കരുത്, അത് കട്ട് ചെയ്യണേ കേട്ടോ. അതുകൊണ്ട് ഈ വേസ്റ്റിൻ്റെ ലിക്വിഡാണിത്. ഈ ലിക്വിഡ് എടുക്കും കേട്ടോ. ഇതിൻ്റെ ലിക്വിഡാണ് ഈ സാധനം. 10 ലിറ്റർ വെള്ളത്തിൽ ഒരു കപ്പ് ഈ ലിക്വിഡ് എടുത്ത് ഈ റോസിൻ്റെ നമ്മൾ ആ വളപ്രയോഗം ചെയ്ത പിന്നെയാണ് ഇങ്ങനെ മുഴുത്ത പൂക്കൾ നമുക്ക് ഈ ചെടികളിൽ ഉണ്ടാകുന്നത്. പിന്നെ നോക്കിക്ക്, ഇതുണ്ടോ, ഇതൊക്കെ മൊട്ട് വരാറായത് കണ്ടോ, തളർക്കുന്നത്. ഇഷ്ടം പോലെ തളർന്ന ഒരു കമ്പ് പോലും ഇടപെടാതെയാണ് നമ്മുടെ റോസ തഴച്ച് വളരുന്നത്. അപ്പം നിങ്ങൾ ഈ വളരീതി ഒന്ന് ഉപയോഗിച്ച് നോക്കും. ധാരാളം പൂക്കളും പിന്നെ പച്ചക്കറിയും നിങ്ങൾക്ക് ലഭിക്കും. ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നല്ല മുഴുത്ത പൂക്കളുണ്ട്. ഇത് കണ്ടോ, ധാരാളം മൊട്ടുകൾ അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ കണ്ടോ, നമ്മുടെ റോസയിൽ നിന്ന് ധാരാളം തളുപ്പുകൾ വരുന്നുണ്ട്. കുറേ തളുത്ത മൊട്ടുകൾ. ഇതുണ്ടോ, ഇതെല്ലാം നമ്മുടെ റോസയുടെ ഇതാണ്. ഇതുണ്ടോ, റോസ ഇങ്ങനെ തളർത്ത് വരുന്നു. ഇതുണ്ടോ, മുട്ടുകൾ ധാരാളം. ഇതുണ്ട്, റോസുകൾ എത്ര മുട്ടുകളാണെന്ന് നോക്ക്. നല്ല റോസ് ചെടിക്ക് നല്ല കളറും വരും കേട്ടോ. നമ്മുടെ ഈ ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ തോല്, അതിൻ്റെയൊക്കെ വേസ്റ്റ് നല്ല കളറും വരും. ധാരാളം പൂക്കൾ നമുക്ക് ലഭിക്കും, മുട്ടുകളും. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക.